രാത്രിയുടെ മനോഹാരിത ആസ്വദിച്ചുകൊണ്ട് ബുള്ളറ്റിൽ ഇഷാനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് തിളങ്ങുന്ന മുഖത്തോടെ ചുറ്റും നോക്കിയിരിക്കുന്ന ജാൻവി. അവളുടെ ഹൃദയം വല്ലാതെ തുള്ളിക്കുതിക്കുന്നു. അവൾ അനുഭവിക്കുന്ന സന്തോഷം അവളുടെ മുഖം വിളിച്ചു പറയുന്നുണ്ട്. അവൾക്ക് അവനോടുള്ളത് ഹൃദയം തൊട്ട പ്രണയം. അവൾക്ക് ചെറുതായി തണുപ്പ് തോന്നി തുടങ്ങി. അവൾ അവനിലേക്ക് കൂടുതൽ ചേർന്ന് അവൻ്റെ പുറത്ത് മുഖം ചേർത്ത് വച്ചു. അവൻ്റെ ചുണ്ടിൻ്റെ കോണിൽ പുഞ്ചിരി വിരിഞ്ഞു. ഇച്ചാ, തണുക്കുന്നു. എന്നാ തിരിച്ചു പോയാലോ? വേണ്ട, എനിക്കൊരു ഐസ്ക്രീം വാങ്ങി തന്നാൽ മതി. നീയല്ലേ ഇപ്പോൾ പറഞ്ഞത് തണുക്കുന്നുവെന്ന്? അതെ, ഈ തണുപ്പിൽ ഒരു ഐസ്ക്രീം കൂടി നുണയണം. അതാ അതിൻ്റെ കോമ്പിനേഷൻ. വല്ലാത്തൊരു വട്ട് തന്നെ. അതെ, പ്രണയം വട്ടാണെങ്കിൽ, പ്രണയിക്കുന്നത് ഭ്രാന്താണെങ്കിൽ, യെസ്, എനിക്ക് ഭ്രാന്താണ്. ഈ ചെക്കനോട് മുഴുത്ത ഭ്രാന്താണ്. അവൻ പൊട്ടിച്ചിരിച്ചു. അവൾ അവനിലേക്ക് ഒന്നുകൂടി ചേർന്നു. കുറച്ച് ദൂരം പിന്നിട്ടപ്പോൾ ഒരു കുഞ്ഞു തട്ടുകട. അവൻ ബുള്ളറ്റ് സൈഡാക്കി. ഇറങ്ങ്. ഇറങ്ങിക്കേ. അവൾ അവൻ്റെ ചൂടിൽ നിന്നും വിട്ടുപോകാൻ വിസമ്മതിച്ചു. അവൻ്റെ നിർബന്ധം കാരണം അവൾ ബുള്ളറ്റിൽ നിന്നും ഇറങ്ങി. വണ്ടി സ്റ്റാൻഡിൽ വെച്ചുകൊണ്ട് അവനിറങ്ങി. വീർത്ത് കെട്ടി അവളുടെ കവിളിൽ കൈവച്ചു. എൻ്റെ ജാനുവിന് ഇപ്പം ആവശ്യം തണുപ്പല്ലടാ, ചൂടാ. അത് പകർന്നു തരാൻ ഞാൻ റെഡിയാ. പക്ഷേ അവൻ്റെ കള്ള നോട്ടവും ചിരിയും അവൾ കൈ ചുരുട്ടി അവൻ്റെ വയറ്റിലടിച്ചു. അയ്യടാ, അതിൻ്റെ ഇടയിലൂടെ അവൻ അവളെ വലിച്ച് നെഞ്ചിലേക്കിട്ടു. പിന്നെ അവളുടെ നെറ്റിയിലേക്ക് വീണ് കിടന്ന മുടിയിഴകൾ മാടി ഒതുക്കി വെച്ചു. പിന്നെ ആ തണുത്ത നെറ്റിയിൽ ചുണ്ടുകൾ പതിപ്പിച്ചു. അവൻ്റെ ചുംബന ചൂടിൽ അവളുടെ കണ്ണുകൾ മെല്ലെ അടഞ്ഞു. അവൻ്റെ നെഞ്ചിലെ ചൂട് അവൾക്ക് വല്ലാത്ത അനുഭൂതി പകർന്നു നൽകി. അവളുടെ കൈ അവനെ വരിഞ്ഞു. അവൻ അവളെ വിളിച്ചു. അതെ, ഇങ്ങനെ നിന്നാ ശരിയാകില്ല. നോക്ക്, ഇതൊരു പബ്ലിക് പ്ലേസാ. ഇവിടെ അത് പ്രശ്നമല്ലെന്ന് അതെനിക്ക് നന്നായി അറിയാം. കണ്ണുകൾ അടച്ച് തന്നെ അവൾ പറഞ്ഞു. എടാ, അതല്ല പ്രോബ്ലം. എൻ്റെ ശരീരത്തിലാകെ എന്തോ പോലെ ഒരു കുതിച്ചുചാട്ടം. ഇപ്പോൾ നിന്നിലെ പലതും എന്നിൽ അമർന്നത് എനിക്ക് ഫീൽ ചെയ്യുന്നു. അതിൻ്റെ കൺട്രോൾ ബ്രേക്ക് ചെയ്യുന്നു. അവൻ്റെ സ്വരം പതറിപ്പോയി. അവൾ ഞെട്ടലോടെ പിന്മാറി. അവൾ നോക്കിയതും അവൻ്റെ കണ്ണുകൾ ചുവന്ന അവസ്ഥയിൽ കണ്ട് അവൾ അമ്പരന്നു. ഇച്ചാ, ഇച്ചാ. അവൾ അവനെ കുലുക്കി. അവൾ അവനെ കയ്യിൽ പിടിച്ച് വലിച്ചു നടന്നു. ഒരു ടേബിളിനരികെ ഇരിക്കുമ്പോൾ അവൻ്റെ നോട്ടം നേരിടാനാകാതെ അവൾ തലകുനിച്ചു. അവനിലെ മാറ്റം അവൾക്ക് മനസ്സിലായി. ബാംഗ്ലൂർ വന്നിട്ട് ഇന്ന് വരെ തോന്നാത്ത പലതും തനിക്കും തോന്നി തുടങ്ങി. അവൾ മനസ്സിലോർത്തു. ഇച്ചൻ്റെ പ്രണയം അതിനെ ഒരുപാട് വേണ്ട, ഒരു നിമിഷം മതി കൈവിട്ടു പോകാൻ. അവൾ മനസ്സിനെ കടിഞ്ഞാണിട്ടു. ചൂട് കോഫി ഊതി ഊതി കുടിക്കുന്ന ജാനു. ഇഷാന്റെ കണ്ണുകൾ അവളുടെ കുഞ്ഞു ചുണ്ടുകളിൽ തങ്ങി നിന്നു. അവൻ അവളെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ കോഫി എടുത്തു. അവളുടെ ചുണ്ടുകൾ നോക്കി അവൻ കോഫി ഒന്ന് മുത്തി. അയ്യോ! നിലവിളിച്ചുകൊണ്ട് അവൻ കോഫി ടേബിളിലേക്ക് വെച്ചു. അവൻ ചുണ്ടിലേക്കൂതി. അവൾ പൊട്ടിച്ചിരിച്ചു. അവൻ അവളെ കണ്ണുരുട്ടി പേടിപ്പിച്ചു. അയ്യോ എൻ്റെ അമ്മേ, എനിക്ക് ചിരിക്കാൻ വയ്യ. ഇത്രയും ചൂടുള്ള കോഫി ഞാനിവിടെ ഊതി ഊതി കുടിക്കുന്നത് കണ്ടതല്ലേ. പിന്നെയും ആക്രാന്തം കാണിക്കണോ? അതല്ലേ പൊള്ളിയത്. അത് കോഫിയോടുള്ള ആക്രാന്തമായിരുന്നില്ല. അവൻ അവളുടെ കണ്ണുകളിൽ നോക്കി. പിന്നെ അവൾ നെറ്റി ചുളിച്ചു. അവൻ്റെ കണ്ണുകൾ ചുണ്ടിലെത്തി നിന്നതറിഞ്ഞതും അവൾ മിഴിച്ചു നോക്കി. എത്രയൊക്കെ നുണഞ്ഞാലും അതെന്നെ കൊതിപ്പിച്ചുകൊണ്ടേയിരിക്കുക.
അതിലേക്ക് നോക്കിയാ എനിക്ക് പിന്നെ മറ്റൊന്നും കാണാനാവില്ല, നിന്നെ പോലും. അവളുടെ മുഖം ചെമ്പരത്തി പൂ പോലെ ചുവന്നു. ജാനു, ഒരെണ്ണം താടി, അന്നത്തെ പോലെ. ഇവിടെ വച്ചോ? അവൾ അമ്പരന്നു. ഇവിടെ വച്ച് തന്നെ. എനിക്ക് വേണമെന്ന് തോന്നുക. അവൻ്റെ കണ്ണിൽ ദയനീയത. അവൾക്കവനെ കെട്ടിപ്പിടിച്ചുമ്മ കൊടുക്കാൻ തോന്നിപ്പോയി. അത്രയും നിഷ്കളങ്ക ഭാവം. അവളുടെ കണ്ണുകൾ അവൻ്റെ മുഖത്തൊഴുകി. അവൻ്റെ മുഖം, അവൻ്റെ ഭാവം, അവൻ്റെ കണ്ണുകൾ, അവൻ്റെ മൂക്ക്, അവൻ്റെ ചുണ്ടുകൾ. അവളുടെ കണ്ണ് അവിടെ ഉടക്കി നിന്നു. ഏതോ ഒരു ഉൾപ്രേരണ കൊണ്ട് അവൾ അവൻ്റെ ചുണ്ടുകൾ സ്വന്തമാക്കി. അവൻ്റെ കണ്ണുകൾ കൂമ്പിയടഞ്ഞു. അവളുടെ ചുംബനം അതവനെ ലയിപ്പിച്ചു കളഞ്ഞു. ചലനശേഷി നഷ്ടപ്പെട്ടവനെ പോലെ അവനിരുന്നു. നീണ്ടു നിന്ന പ്രക്രിയ അവസാനിച്ചത് ശ്വാസം തടസ്സമായപ്പോൾ അവളവനെ നെഞ്ചിലേക്ക് അമർത്തി പിടിച്ചു കിതച്ചു. അവൻ ശ്വാസം ആഞ്ഞു വലിച്ചു വിട്ടു. അവൾ അവൻ്റെ മുഖമുയർത്തി തൻ്റെ നെറ്റിയിൽ മുട്ടിച്ചു. കിതപ്പടങ്ങിയതും കണ്ണുകൾ മേലേക്കാക്കി അവനെ നോക്കി. അവർ പരസ്പരം നോക്കി ചിരിച്ചു. ബുള്ളറ്റ് പോകുന്നത് താൻ പേയിങ് ഗസ്റ്റായി താമസിക്കുന്ന വീട്ടിലേക്കല്ലെന്ന് മനസ്സിലായതും ജാൻവി അവൻ്റെ കാതിലേക്ക് ചെന്ന് ചോദിച്ചു, ഇച്ചാ, ഇനി എവിടേക്കാ പോകുന്നത്? നിനക്ക് എന്നെ പേടിയുണ്ടോ ജാനു? അവളൊന്ന് ചിരിച്ചു. അവനെ ചുറ്റിപ്പിടിച്ചു. ഞാനെന്തിനാ എൻ്റെ ഇച്ചയെ പേടിക്കുന്നത്? അതിപ്പോ എല്ലായിടത്തും ബലാത്സംഗമൊക്കെ നടക്കുന്ന കാലമല്ലേ, അതുകൊണ്ട് ചോദിച്ചതാ. എൻ്റെ അടുത്ത് ആരെങ്കിലും ആ പരിപാടിക്ക് വന്നാൽ അവൻ്റെ എല്ലാം ഞാൻ ഊരും. അവൾ കിലുങ്ങി ചിരിച്ചു. അതിപ്പോ വരവറിയിച്ചുകൊണ്ടല്ലോ ആരും ഒന്നും ചെയ്യുന്നത്. എന്താണിപ്പോ ഇങ്ങനെ ഒരു ടോക്ക്? എവിടേക്കാ എന്ന് ചോദിച്ചതുകൊണ്ടാണോ? അല്ല, ഞാൻ നിന്നെ എവിടേക്കെങ്കിലും കൊണ്ടുപോയി ഉപദ്രവിക്കുമോ എന്നെങ്ങാനും നിനക്ക് പേടിയുണ്ടോയെന്നറിയാൻ ചോദിച്ചതാ. ഏയ്, എനിക്കങ്ങനെ പേടിയൊന്നുമില്ല. എൻ്റെ സമ്മതമില്ലാതെ ഇച്ഛ എൻ്റെ ശരീരത്തിൽ തൊടില്ലെന്ന് വിശ്വാസമുണ്ടെനിക്ക്. അവൻ ഒരു നിമിഷം നിശബ്ദനായി. അവളുടെ ചുറ്റിപ്പിടിച്ച കൈകളിൽ ഒന്ന് തഴുകി. ഫോണിൽ നോട്ടിഫിക്കേഷൻ സൗണ്ട് കേട്ടതും അവൻ കൈ പിൻവലിച്ചു. പിന്നെ വലിഞ്ഞു മുറുകിയ മുഖത്തോടെ ബുള്ളറ്റ് പറപ്പിച്ചു. മനോഹരമായ വീടിൻ്റെ മുന്നിൽ ബുള്ളറ്റ് നിന്നു. ഇച്ഛാ ഇത്? അവൻ ചിരിച്ചു. സംശയിക്കണ്ട, ഞാൻ ലീസിനെടുത്ത വീട് തന്നെയാ, നമ്മുടെ വീട്. ഇന്നിനി നീ പോകണ്ട ജാനു, എനിക്കത് പറ്റില്ല. നീ ഇന്ന് എൻ്റെ ഒപ്പം വേണം. മറ്റൊന്നിനും വേണ്ടിയല്ല, വെറുതെ കെട്ടിപ്പിടിച്ചുറങ്ങാൻ, നിന്റെ ചൂടിൽ സുഖമായി ഉറങ്ങാൻ. അവൾ ആലോചിച്ചു. അവളുടെ വിരൽ ഡ്രസ്സിൽ കോർത്തു. അവളുടെ ടെൻഷൻ ബോധ്യപ്പെട്ടവൻ അവളുടെ ചുമലിൽ കൈവച്ചു. ജാനു, പേടിയുണ്ടോ നിനക്ക്? അതിച്ചാ, നമ്മളിപ്പോൾ ഉള്ള അവസ്ഥയിൽ ഒരു റൂമിൽ തങ്ങിയ ചിലപ്പോൾ നമ്മുടെ കൺട്രോൾ നമ്മുടെ കയ്യിൽ നിന്നെന്ന് വരില്ല. നിന്റെ അനുവാദമില്ലാതെ ഞാൻ നിന്നെ തൊടില്ലെന്ന് നിനക്കുറപ്പല്ലേ? വിശ്വാസമല്ലേ? അത് ഞാൻ തെറ്റിക്കില്ല. അവളുടെ കയ്യിൽ പിടിച്ച് കൈവെള്ളയിൽ കൈത്തലം വെച്ചു. എൻ്റെ ജാനുവാണേ സത്യം, ഞാൻ വേണ്ടാത്തൊന്നിനും മുതിരില്ല. പക്ഷേ എനിക്കിന്ന് ഈ ചൂടിൽ ഉറങ്ങണം. അവൻ്റെ കണ്ണുകളിൽ അപേക്ഷാഭാവം. അവൾ പുഞ്ചിരിച്ചു. ശരി, നിന്റെ ഇച്ഛ എൻ്റെ ഇച്ഛ കുറുമ്പ് കാട്ടി എൻ്റെ കൺട്രോൾ കൂടി കളയില്ലെന്ന് ഉറപ്പ് തന്നാ ഞാൻ റെഡി. എടി കൊച്ചു കള്ളി, അപ്പോൾ നിനക്ക് നിന്നെ തന്നെ വിശ്വാസമില്ലല്ലേ? അവൾ കണ്ണുകൾ അടച്ചു ചിരിച്ചു. വർഷം ഇത്രയായില്ലേ എൻ്റെ ഇച്ഛ, എനിക്കും ഇല്ലേ വികാരവും വിചാരവും ഒക്കെ? കുസൃതിയോടെ പറഞ്ഞുകൊണ്ട് അവൾ ചിരിച്ചു. അവൻ അവളെ കൈകളിൽ പൊക്കിയെടുത്തു. അവളുടെ ചിരി ഉയർന്നു കേട്ടു. റൂമിൽ ചെന്നവൻ അവളെ ബെഡിലേക്കിട്ടു. അയ്യോ, എൻ്റെ നടു! അയ്യോ, ഇപ്പോഴേ അതൊക്കെ കംപ്ലൈൻ്റ് ആണോ? അവൻ ഞെട്ടൽ അഭിനയിച്ച് ചോദിച്ചു. ബെഡിലേക്ക്
അരിച്ചാക്ക് കണക്കെ എറിഞ്ഞതും പോരാഞ്ഞിട്ട് കളിയാക്കുന്നോ? അവൾ കണ്ണുരുട്ടി. നിനക്ക് ഒടുക്കത്തെ വെയിറ്റ്. എൻ്റെ നടുവിൻ്റെ പണി കഴിഞ്ഞു. അതാ അങ്ങിട്ടത്. അവൻ നടു വളച്ചു പറഞ്ഞു. അവൾ അവനെ ഒന്ന് നോക്കി. കണ്ണുകൾ കൂർപ്പിച്ചു പിടിച്ചു. അവൻ പെട്ടെന്ന് പൊട്ടിച്ചിരിച്ചു. ബെഡിലേക്ക് മലർന്നു. ഇച്ച. അവൾ അവനെ കെട്ടിപ്പിടിച്ചു. അവൻ അവളുടെ നെറുകയിൽ ചുംബിച്ചു. ഇച്ച, എനിക്കിതൊന്ന് മാറണം. മാറിക്കോ. പക്ഷേ വേറെ ഡ്രസ്സ്? അതിപ്പോൾ ഡ്രസ്സ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. ഇച്ച. അല്ല, ഞാനൊന്നും ചെയ്യില്ല, പ്രോമിസ്. പിന്നെ വല്ലതുമൊക്കെ കാണാൻ ഒരവസരം കിട്ടിയാ. അവൻ കള്ളനോട്ടത്തോടെ പറഞ്ഞതും അവൾ ചാടി എണീറ്റു. എടാ കള്ളത്തെമ്മാടി, പറഞ്ഞു പറ്റിക്കുന്നോ? കൊന്നിടുവേ, തീരുട്ട് റാസ്കൽ. അവൾ അവൻ്റെ കഴുത്തിൽ കൈവച്ചു. അവൻ ചിരിയോടെ അവളുടെ കണ്ണിലേക്ക് നോക്കിക്കിടന്നു. അവൾ പുരികമുയർത്തി. നിന്നെ കാണാൻ നല്ല രസമാ ജാനു. ഓ, ഷോപ്പിംഗ് പിയേഴ്സാണോ? എന്നാ പതയും. എടി പൂത്താങ്കിരി, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ. നിന്റെ കണ്ണും മൂക്കും തൊടുത്ത കവളും എല്ലാം കൂടി കടിച്ച് പറിച്ച് കറുമുറെ തിന്നാൻ തോന്നും. അതെന്താ, എൻ്റെ മുഖം മുറുക്ക് പോലെയാണോ? ആണോന്ന് ചോദിച്ചാ ഏതാണ്ട് അതുപോലൊക്കെ തന്നെയാ. അവൾ ചാടി എണീറ്റ് മുഖം വീർപ്പിച്ച് തിരിഞ്ഞിരുന്നു. അവനെണീറ്റ് അവളുടെ കഴുത്തിൽ കൈയിട്ട് ബാക്കിലേക്ക് വലിച്ച് തൻ്റെ നെഞ്ചിലേക്ക് ചാരി. എനിക്ക് ഈ അരിമുറുക്ക് പോലത്തെ നിന്നെ തന്നെ ഇഷ്ടം. അപ്പോഴോ? അവളൊന്ന് ചിരിച്ചു. തത്തമ്മച്ചുണ്ട്, മാൻമിഴി എന്നൊക്കെ ആമ്പിള്ളേർ വർണ്ണിക്കുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇച്ചൻ്റെ വർണ്ണന ഭയങ്കര വെറൈറ്റി ആയിപ്പോയി. അതെ, എൻ്റെ പ്രണയം കുറച്ച് വെറൈറ്റി ആണല്ലോ. അപ്പോൾ വർണ്ണനയും വെറൈറ്റി ആയിക്കോട്ടെ. അതെന്താ അങ്ങനെ പറഞ്ഞത്? അതൊക്കെ നിനക്ക് താമസിയാതെ മനസ്സിലാകും മോളെ. ഇപ്പോൾ എൻ്റെ കൊച്ചുപോയി കുളിച്ചേ. ദേ, ആ കബോർഡിൽ ഒരു പാക്കറ്റ് ഉണ്ട്, അതെടുത്തോ. സർപ്രൈസ് ഗിഫ്റ്റാണോ? അവളുടെ കണ്ണുകൾ തിളങ്ങി. ആ, ഇനിയെല്ലാം നിനക്ക് സർപ്രൈസ് ആയിരിക്കും. ചെല്ലേ, പോയി നോക്ക്. അവൻ അവളെ തള്ളി. അവളെണീറ്റ് കബോർഡ് തുറന്നു. അവൻ്റെ ഡ്രസ്സിനൊപ്പം ഇരിക്കുന്ന പാക്കറ്റ് അതാണോ എന്ന ഭാവത്തിൽ അവൾ തിരിഞ്ഞു നോക്കി. അവൻ തലയാട്ടി. അവളതെടുത്തു. ഡ്രസ്സാണല്ലോ ഇച്ച. അവൾ ചിരിയോടെ പാക്കറ്റ് തുറന്നു. ശരീരം എടുത്തു കാട്ടുന്ന രീതിയിലുള്ള നൈറ്റ് ഡ്രസ്. അത് കണ്ടതും അവളുടെ മുഖം ചുളുങ്ങി. അവൻ പുരികമുയർത്തി. എന്താ ഇച്ച ഇത്? അതിനെന്താ, ഇത് തീരെ നൈസാണ്. എൻ്റെ ജാനു, എനിക്ക് ഈ പെൺപിള്ളേരുടെ ഡ്രസ്സ് സെലക്ട് ചെയ്യലായിരുന്നില്ല പണി. ഞാൻ ഷോപ്പിൽ ചെന്ന് അവിടെ നിൽക്കുന്ന സെയിൽസ് ഗേളിനോട് പറഞ്ഞു എൻ്റെ ഗേൾഫ്രണ്ടിന് നൈറ്റ് ഡ്രസ് വേണമെന്ന്. സൈസ് ചോദിച്ചു. ഞാൻ വെട്ടിലായി. വർഷം ഇത്രയായിട്ടും ഒന്നിൻ്റെയും സൈസ് എടുക്കാൻ കഴിഞ്ഞില്ലെന്ന് എനിക്ക് പറയാൻ കഴിയുമോ? അവൾ ഇടുപ്പിൽ കൈകുത്തി രൂക്ഷമായി അവനെ നോക്കി. ഞാൻ പിന്നെ പറഞ്ഞു തൻ്റെ അളവിന് തനിക്കിഷ്ടമുള്ള കളർ എടുത്തോ എന്ന്. അങ്ങനെ അവളെടുത്ത് പാക്ക് ചെയ്ത എൻ്റെ കയ്യിൽ തന്നത്. അതിലെന്താന്ന് പോലും ഞാൻ നോക്കിയില്ല. നീയല്ലേ ജാനു ഇപ്പോൾ പൊട്ടിച്ചത് തന്നെ? അവൾ തലയാട്ടി. വേണമെങ്കിൽ പോയി ഫ്രഷായി മാറിക്കോ. ഞാൻ ഏതായാലും നിന്നെ പിടിച്ച് റേപ്പ് ചെയ്യാനൊന്നും പോകുന്നില്ല. അവൻ മുഖം വീർപ്പിച്ചു. അവൾ ആലോചിച്ചു. പാവം, എനിക്ക് വേണ്ടി ആദ്യമായി ആഗ്രഹിച്ചു വാങ്ങിയതല്ലേ. അപ്പം ഞാനിതിട്ടില്ലെങ്കിൽ വിഷമമാവും. പറയില്ല, എങ്കിലും ശരിക്കും വിഷമമാവും. എന്തായാലും ഈ ഒരു രാത്രിയുടെ കാര്യമല്ലേ. എൻ്റെ അനുവാദമില്ലാതെ ഇച്ച ഒന്നും ചെയ്യില്ല. പക്ഷെ എൻ്റെ കൺട്രോൾ ഒന്നും പറയാൻ പറ്റില്ല. എൻ്റെ ഈശോയെ, തെറ്റിലേക്ക് നയിക്കല്ലേ. അവൾ അതുമായി ബാത്റൂമിലേക്ക് നടന്നു. അവൻ്റെ മുഖം തെളിഞ്ഞു. അതേ, ഡ്രസ്സ് മാറാതെയാണോ കുളിക്കാൻ കയറുന്നേ? ഞാൻ നോക്കുമെന്നാണെങ്കിൽ ഞാൻ കണ്ണുപൊത്തിക്കോളാം. അയ്യോ വേണ്ടായേ, ഇങ്ങനെ അങ്ങ് നല്ല പിള്ള കളിക്കല്ലേ. ക്യാരക്ടറിന് ചേരുന്നില്ല.
ബാത്റൂമിൽ നിന്നും തല പുറത്തേക്കിട്ട് അവൾ പറഞ്ഞു, അതിന് ഞാൻ പുണ്യാളനൊന്നും അല്ല, സാത്താനാ, തനിച്ചെകുത്താൻ. അവൻ്റെ കണ്ണുകൾ ചുവന്നു കയറി. പക്ഷെ അപ്പോഴേക്ക് അവൾ ചിരിയോടെ അകത്തേക്ക് വലിഞ്ഞു. അവൻ ബെഡിലേക്ക് മലർന്നു. അവൻ്റെ മുഖം വലിഞ്ഞു മുറുകിയിരുന്നു. പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്തു. വാട്സപ്പ് തുറന്ന് ആർക്കോ മെസ്സേജ് അയച്ചു. അവൾ കുളിച്ചിറങ്ങും വരെ ചാറ്റിംഗ് തുടർന്നു. അവൾ ഇറങ്ങാറായോ എന്നവൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ഡോർ ലോക്ക് എടുത്തതും അവൻ ബൈ പറഞ്ഞ് ക്ലിയർ ചാറ്റ് ചെയ്തു. ഇച്ചാ, ഫ്രഷ് ആകുന്നില്ലേ? ആ പിന്നെ, വല്ലാത്തൊരു ചൂട്. ഹേ, എനിക്ക് ഭയങ്കര തണുപ്പാ, വെള്ളത്തിനും നല്ല തണുപ്പാ. അത് നീ ഇപ്പൊ കുളിച്ചതല്ലേ ഉള്ളു ജാനു, അതാ. ഞാൻ കുളിച്ചു വരുമ്പോൾ എനിക്കും തണുക്കും. അപ്പോൾ എനിക്കിത്തിരി ചൂട് വേണം കേട്ടോ. അവൻ ചിരിയോടെ ടവലെടുത്ത് ബാത്റൂമിൽ കയറി ലോക്കിട്ടു. അവൾ കണ്ണാടിക്ക് മുന്നിൽ ചെന്ന് നിന്നു. സ്വയം ഒന്ന് നോക്കി. എൻ്റെ ഈശോയെ, ഇതെന്തൊരു കോലവാ! എന്നിട്ടും ഇച്ചയൊന്ന് നോക്കിയത് പോലും ഇല്ലല്ലോ. അവളുടെ നെറ്റി ചുളഞ്ഞു. ശ്രദ്ധിച്ച് കാണില്ല, പാവം, നല്ല കൺട്രോൾ ചെയ്യുന്നുണ്ട്. അവളൊന്ന് ചിരിച്ചു. അവൾ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് മുടി കുടഞ്ഞു. മുടി പിന്നിലേക്കിട്ടുകൊണ്ട് കണ്ണാടിയിലേക്ക് നോക്കിയതും ഇടുപ്പിൽ ചുറ്റുന്ന കൈകൾ കണ്ട് അവൾ ചിരിച്ചു. എൻ്റെ ജാനു, ഇത് എന്നാ ലുക്കാ! ഹോട്ടെന്നൊക്കെ പറയുന്നത് ഇതാകുമല്ലേ? അവൾ പുഞ്ചിരിച്ചു. അവൻ പിൻകഴുത്തിലെ മുടി വകഞ്ഞു മാറ്റി. നിന്റെ കഴുത്തിലെ മറുക്, അത് ഞാൻ കുറേയായി നോക്കി വച്ചിരുന്നു പറഞ്ഞുകൊണ്ട് അവൻ അതിൽ നാവിനാൽ തഴുകി. അവളുടെ പെരുവിരലിൽ നിന്നും ഒരു വിറയിൽ ശരീരത്തിലേക്ക് പടർന്നു കയറി. അവൻ്റെ ചുണ്ടുകൾ ഇടതടവില്ലാതെ അമർന്നു. അവൻ്റെ രക്തം ചൂട് പിടിച്ചു തുടങ്ങി. ഇച്ഛാ, വിറയലോടെ അവൾ വിളിച്ചു. അവനിലെ ആണുണരും മുന്നേ അവൾ തിരിഞ്ഞു. ജാനു, പ്ലീസ്, ഞാൻ വേറെ ഒന്നും ചെയ്യില്ല. പക്ഷെ ഇതുകൂടി വേണ്ടെന്ന് പറയല്ലേ, പ്ലീസ്. അവൻ അവളെ വലിച്ചടിപ്പിച്ചു. കഴുത്തിലാകമാനം അമർത്തി അമർത്തി ചുംബിച്ചു. നാവുകൊണ്ട് നുണഞ്ഞെടുത്തു. അതിനപ്പുറം പോകാൻ ശ്രമിക്കാത്തത് അവളെ അത്ഭുതപ്പെടുത്തി. അവൾക്ക് അവനോട് കൂടുതൽ വിശ്വാസം തോന്നി. ശരീരങ്ങൾ തമ്മിലറിയുമ്പോൾ മനസ്സിന് തടയിടാൻ അവൾ ശ്രമിച്ചു. അവൻ അവളുമായി പിന്നിലേക്ക് നീങ്ങി ബെഡിലേക്ക് മറിഞ്ഞു. ഹിച്ച, ഡ്രസ്സ് മാറണ്ടേ? എനിക്കിതുപോലും വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു. നോക്കണ്ട, നീ എന്നിലെല്ലാം കണ്ടെന്നല്ലേ പറഞ്ഞത്, പിന്നെ ഞാനെന്തിനാ നാണിക്കുന്നേ? എന്നാലും ഈ ടവല് മാത്രം. അവൾക്കെന്തോ വല്ലായ്മ തോന്നി. എനിക്കിത് തന്നെ ധാരാളം. വാ, ഇത്തിരി ഉറങ്ങാം. നേരം വെളുക്കാൻ ഇനിയും അധിക സമയമില്ല. പുതപ്പ് ചൂടിക്കോ, അതാണ് നമുക്ക് നല്ലത്. അവൾ നോക്കി. എന്താടി, ഇതുപോലെ ഡ്രസ്സ് വിട്ട് ചൂട് പറ്റി കിടക്കുമ്പോൾ വല്ലതൊക്കെ തോന്നാതിരിക്കാൻ അതാ നല്ലത്. അയ്യോ, അവൾ പെട്ടെന്ന് പുതപ്പ് ചൂടി. ഗുഡ് ഗേൾ. അവൻ അവളുടെ കവളിൽ തട്ടി. അവൻ്റെ കൈയിലേക്ക് തല വെച്ച് അവൾ സന്തോഷത്തോടെ കണ്ണുകൾ അടച്ചു പിടിച്ചു. ഈശോയെ, ഞങ്ങൾ തമ്മിൽ ഒരിക്കലും അകലരുതേ. ഈ സ്നേഹം എനിക്കെന്നും ഒപ്പം വേണം. ഈ കരുതൽ, ഈ പ്രണയം, അതെനിക്കെന്നും വേണം. പ്രാർത്ഥിച്ചുകൊണ്ട് അവൾ ഉറക്കത്തിലേക്ക് വഴുതി വീണു. വല്ലാത്തൊരു ബഹളവും ഫ്ലാഷ് അടിക്കുന്നതും കേട്ട് ഞെട്ടലോടെ ജാൻവി കണ്ണു തുറന്നു. റൂമിൽ നിറയെ ആളുകൾ. അവൾ പകച്ചുപോയി. ഇച്ച, അവൾ പിടഞ്ഞെണീറ്റു. വീണുപോയ പുതപ്പ് വാരി പൊതിച്ചു. ഇച്ചൻ എവിടെ? അവൾ ചുറ്റും നോക്കി. മിന്നുന്ന ഫ്ലാഷിന് മുന്നിൽ അവൾ മുഖം മറച്ചു പിടിച്ചു. എടാ, കൂടെയുള്ളവന്മാരെവിടെ? ഒരുത്തൻ ഓടുന്ന കണ്ടില്ലേ? അവനെ കിട്ടിയിട്ടും കാര്യമില്ല. ഇവളെ മാത്രം മതി, വാർത്ത കൊഴുക്കും. ബാംഗ്ലൂരിൽ ഇതിപ്പോൾ സാധാരണ സംഭവമായി മാറിക്കഴിഞ്ഞു. 20 വയസ്സ് തോന്നിക്കുന്ന പെൺകുട്ടി ആൺ സുഹൃത്തുക്കളോടൊപ്പം അനാശാസ്യം, ഹോം സ്റ്റേയുടെ മറവിൽ അനാശാസ്യം എന്ന ക്യാപ്ഷൻ കൊടുത്ത കത്തിക്കയറും. ആരുടെയോ വാക്കുകൾ കാതിലേക്ക് പതിച്ചു. ജാൻവി വിറച്ചുപോയി. പോലീസ് ജീപ്പ് വന്ന് നിൽക്കുന്നതറിഞ്ഞതും
അവളുടെ കാലുകൾ തളർന്നു. അവൾ ബെഡിലേക്ക് ഊർന്നുപോയി. റൂമിലേക്ക് ഇരച്ചു കയറി വന്ന വനിതാ SI മീഡിയക്കാരോട് തട്ടിക്കയറി. എല്ലാവരെയും പുറത്താക്കി വാതിലടച്ചു. അവരുടെ കണ്ണുകൾ അവിടെ ആകമാനം വീക്ഷിച്ചു. ഡി! അവരുടെ വിളിയിൽ അവൾ വിറച്ചുപോയി. എന്തോ നാടി ഇത്? നിന്റെയൊക്കെ തന്തയും തള്ളയും പഠിക്കാനല്ലേ നിന്നെയൊക്കെ ഇല്ലാത്ത കാശ് മുടക്കി ഇവിടേക്ക് അയക്കുന്നത്? നിന്നെയൊക്കെ അവർ അടിക്കാനാഞ്ഞു. അവൾ പൊട്ടിക്കരഞ്ഞു. ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല മാഡം. സത്യ പറയുന്നേ. ഞാനിവിടേക്ക് ആദ്യമായാ വരുന്നേ. അവർക്കെന്തോ അവളുടെ കണ്ണീരിൽ സത്യമുള്ളതുപോലെ തോന്നി. അവർ അവളുടെ അടുത്തേക്കിരുന്നു. പിന്നെന്താ ഉണ്ടായത്? ആരാ നിന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത്? അത് ഇച്ചനോ? അതാരാ? അവൾ കരഞ്ഞുകൊണ്ട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. അവരുടെ കണ്ണുകൾ കൂർത്തു. എന്നിട്ട് അവനെവിടെ? അറിയില്ല മാഡം, ഞാൻ കണ്ണു തുറക്കുമ്പോൾ കണ്ടില്ല. കൊച്ചേ, പ്രേമമായാലും എന്ത് മണ്ണാങ്കട്ടയായാലും നമ്മളെ സൂക്ഷിക്കണം. ഇതിപ്പോൾ ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കുമോ? കേസ് ഏതായാലും എടുത്തേ പറ്റൂ. നിന്റെ അച്ഛൻ്റെയോ ബന്ധുക്കളുടെയോ നമ്പർ താ. എനിക്കാരുമില്ല മാഡം. ബെസ്റ്റ്. അവർ അവളോട് ഓരോന്നായി ചോദിച്ചു മനസ്സിലാക്കി. അവൾ നിരപരാധിയാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. എൻ്റെ പൊന്നു കൊച്ചേ, ഈ ബാംഗ്ലൂർ എന്ന നഗരം നന്നല്ല. ഇവിടെ എപ്പോഴും ഇതുപോലുള്ള കൊച്ചു പെൺപിള്ളേരെ കെണിയിലാക്കുന്നവരെ പിടിക്കാനാ സമയം. ഇപ്പോൾ ഇവിടെ വന്ന മീഡിയ നിന്റെ ഫോട്ടോ സഹിതം ന്യൂസാക്കും. ഇനി നിന്നെ ഇവിടെ ആ കണ്ണിലേ കാണൂ. സത്യമൊന്നും ആരും ചെയ്യയില്ല. എനിക്ക് ചെയ്യാൻ കഴിയുന്നത് ഞാൻ ചെയ്യാം. പക്ഷേ നീ ആദ്യം അവനെ ഒന്ന് വിളിക്ക്. അവൾ വേഗം ഫോണെടുത്തു. അവനെ വിളിച്ചു. പക്ഷേ സ്വിച്ച് ഓഫ് എന്നായിരുന്നു മറുപടി. സാരമില്ല, നീ ഡ്രസ്സ് മാറി വാ, ഞാനൊന്ന് നോക്കട്ടെ. അവർ ഫോണെടുത്തു. മേലുദ്യോഗസ്ഥരെ വിളിച്ച് വിവരം ധരിപ്പിച്ചു. അവൾ കണ്ണീരോടെ ഡ്രസ്സ് മാറി വന്നു. പേടിക്കണ്ട, സ്റ്റേഷൻ വരെ ഒന്ന് വന്ന് സൈൻ ചെയ്ത് പൊയ്ക്കോ. ഞാൻ കാര്യങ്ങളൊക്കെ സർക്കിളിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. നിന്റെ ഭാഗ്യത്തിന് കേസൊന്നും ആക്കണ്ടെന്ന് സാറ് പറഞ്ഞു. പക്ഷേ സ്റ്റേഷൻ വരെ വരണം. താങ്ക് യു മാഡം. അവൾ കരഞ്ഞുകൊണ്ട് അവരുടെ കാല് പിടിച്ചു. അവർക്കെന്തോ അവളോട് വല്ലാത്ത സഹതാപം തോന്നി. അവർ അവളുമായി പുറത്തേക്ക് വന്നതും മീഡിയ ചുറ്റും കൂടി ഫോട്ടോ എടുത്തു. ജാൻവി കണ്ണീരോടെ മുഖം മറച്ചു പിടിച്ചു. വൈകുന്നേരമായതോടെ സ്റ്റേഷനിൽ നിന്നും SI കൊടുത്ത ധൈര്യത്തിൽ അവൾ പുറത്തിറങ്ങി. നേരെ പോയത് ഇഷാനെ കാണാനായിരുന്നു. വീട് പൂട്ടിക്കിടക്കുന്നത് കണ്ടതും അവളവനെ കുറേ ട്രൈ ചെയ്തു. അവൻ പോകാറുള്ള എല്ലായിടത്തും അവൾ തിരക്കി. രാത്രി വരെ അലഞ്ഞിട്ടും അവനെ കണ്ടെത്താൻ അവൾക്കായില്ല. അവളൊരു ഓട്ടോ പിടിച്ച് വീട്ടിലേക്ക് പോയി. പൂട്ടിയിട്ട ഗേറ്റിന് പുറത്ത് അവളുടെ ലഗേജ് കണ്ടതും അവൾ വിറച്ചുപോയി. ഇന്നിനി ഈ രാത്രി എവിടെ പോകും? അവൾ പൊട്ടിക്കരഞ്ഞു. പിന്നെ ലഗേജ് എടുത്ത് ഓട്ടോയിൽ വെച്ച് നേരെ കോളേജിലേക്ക് പോയി. ഓട്ടോ വിട്ടിട്ട് അവൾ അവനെ വിളിച്ചുകൊണ്ടേയിരുന്നു. രാത്രിയുടെ ഭീകരത അവൾ അന്നാണ് അറിഞ്ഞത്. വെറും നിലത്തിരുന്ന് ഒരു രാത്രി മുഴുവൻ ഭ്രാന്തിയെ പോലെ കരഞ്ഞും പറഞ്ഞും നേരം വെളുപ്പിച്ചു. കോളേജ് തുറന്നതും കുട്ടികൾ വരുന്നത് കണ്ട് ജാൻവി ആരുടെയും കണ്ണിൽ പെടാതെ മറഞ്ഞു. ന്യൂസ് വന്നിട്ടുണ്ടാകുമെന്ന് അവൾക്ക് ഉറപ്പുണ്ട്. അപ്പോഴാണ് ഇഷാൻ്റെ ഫ്രണ്ട്സ് വരുന്നത് അവൾ കണ്ടത്. അവരുടെ അടുത്തേക്ക് പോകാൻ തുടങ്ങുമ്പോഴാണ് അവരുടെ വാക്കുകൾ കാതിൽ വീണത്. എടാ, നീ വരുമ്പോൾ ഇഷാൻ എണീറ്റായിരുന്നോ? ഇല്ലടാ, നല്ല ഉറക്കം. ഇന്നലെ വല്ലാതെ അധ്വാനിച്ചു കാണും. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൾ വേഗം അവിടെ നിന്നിറങ്ങി. കോളിംഗ് ബെൽ മുഴങ്ങുന്നത് കേട്ടതും ഈർഷ്യയോടെ അവൻ എണീറ്റു. നാശം, ഇതിപ്പോ ആരാ? അവൻ വാതിൽ തുറന്ന് കണ്ണ് തിരുമ്മി പുറത്തേക്ക് നോക്കി. കരഞ്ഞും തളർന്നും നിൽക്കുന്ന ജാൻവി. അവൻ്റെ മുഖത്തെ നടുക്കം അവൾ വ്യക്തമായി കണ്ടു. ഹിച്ചാ, അവളുടെ ഇടറിയ സ്വരം. അവൻ്റെ മുഖത്ത് വിവിധ തരം ഭാവങ്ങൾ. പെട്ടെന്ന് അവൻ പുറത്തേക്കിറങ്ങി. നീ എന്താ ഇവിടെ? അവൻ പരിഭ്രാന്തിയിൽ ചുറ്റും നോക്കി. ഹിച്ച, എന്നെ അവിടുന്ന് പുറത്താക്കി. ഞാൻ
ഞാനിനി എവിടേക്ക് പോകും? എന്താ സംഭവിച്ചതെന്ന് എനിക്ക് ഇച്ചൻ എന്താ എന്നെ വിളിക്കാഞ്ഞത്? ഞാൻ എത്ര തവണ വിളിച്ചു? അവൻ്റെ മുഖം വലിഞ്ഞു മുറുകി. ഞാൻ എന്തിന് നിന്നെ വിളിക്കണം? ഇച്ഛാ. അവൻ്റെ ഭാവമാറ്റം അവളെ അത്ഭുതപ്പെടുത്തി. അവൻ ക്രൂരമായി ഒന്ന് ചിരിച്ചു. നീ എന്താടി കരുതിയത്? എനിക്ക് നിന്നോട് ദിവ്യപ്രണയമാണെന്നോ? നിനക്കൊരു പണി എങ്ങനെ തരുമെന്നാലോചിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഐഡിയ. ഇനിയും നീ തല ഉയർത്തി നിൽക്കുന്നത് എനിക്കൊന്ന് കാണണം. ബോധം മറയുന്നത് പോലെ അവൾക്ക് തോന്നി. നീയല്ലാതെ ഇന്ന് വരെ ആരും ഈ ഇഷാനെതിരെ വന്നിട്ടില്ല, അറിയോ? വെറും ഒരു പെണ്ണായ നീ എന്നെ വെല്ലുവിളിച്ചു, എൻ്റെ കവളിൽ ആഞ്ഞടിച്ചു. അത് സെൻറ്ററിലെ പിള്ളേര് മുഴുവൻ കണ്ടു. പക്ഷെ ഇന്ന് നിന്റെ ഹോട്ട് ലുക്ക് ഈ ബാംഗ്ലൂർ മുഴുവൻ കണ്ടു. അവൾ വിറച്ചുപോയി. ചിലപ്പോൾ നിന്റെ നാട്ടിലും അറിഞ്ഞിട്ടുണ്ടാവും. എനിവേ, എനിക്കതൊന്നും അറിയണ്ട. വർഷങ്ങളെടുത്തു എൻ്റെ പക പൂർത്തിയാക്കാൻ. സാരമില്ല, ഞാൻ ഇന്നലെ സുഖമായി ഉറങ്ങി, തൃപ്തിയായി. ഇനി എൻ്റെ കൺമുന്നിൽ കണ്ട. അവൾക്ക് അവൻ്റെ ഭാവമാറ്റം വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇന്നലെ വരെ പ്രണയത്തോടെ ചേർത്ത് നിർത്തിയ കൈകൾ മുഖത്തിന് നേരെ ഉയർന്നപ്പോൾ അവളുടെ ഹൃദയം കലങ്ങിപ്പോയി. അവൾ ശീല കണക്കെ നിന്നു. കണ്ണുകൾ മാത്രം പെയ്തു. അവൻ അകത്തേക്ക് കയറി വാതിൽ വലിച്ചടച്ചു. അവൾ കുഴഞ്ഞു വീഴാതെ ബാഗിൽ മുറുകെ പിടിച്ചു. കാലിനടിയിൽ നിന്നും സർവവും ഒലിച്ചു പോകുന്നത് അവൾ അറിഞ്ഞു. പിന്നെ അവൾ അവിടെ നിന്നില്ല. അപ്പുവേട്ടനെ വിളിച്ച് സംസാരിച്ച് നേരെ തിരുവനന്തപുരത്തേക്ക് പോയി. മൈൻഡ് ആകെ കലങ്ങി മറിഞ്ഞുപോയി. ഹൃദയം കൊടുത്തു പ്രണയിച്ചവനിൽ നിന്നുള്ള ചതി അതവളെ ഭ്രാന്തിൻ്റെ വക്കിലെത്തിച്ചു. മാസങ്ങളെടുത്തു അവൾ ഓക്കെ ആകാൻ. പൊരുതണം, ജയിക്കണമെന്നുള്ള വാശി, ദേഷ്യം, പക. അവൾ തീച്ചൂളയായി മാറി. അവനെ നേരിൽ കാണണം. തന്നോട് ചെയ്തതിനൊക്കെയും പ്രതികാരം ചെയ്യണം. മോശക്കാരിയായി ചിത്രീകരിച്ച അവനെ കൊണ്ട് തന്നെ കഴുത്തി മിന്നു കെട്ടിക്കണം. അവൾ ഉറപ്പിച്ചു. കയ്യിൽ കിട്ടിയതൊക്കെ എടുത്ത് അപ്പുവിനോട് യാത്ര പറഞ്ഞു. ഇവിടെ പാലായിലേക്ക് വണ്ടി കയറി. പറഞ്ഞു നിർത്തി അവൾ തിരിഞ്ഞു. വിളറിയ മുഖത്തോടെ റാഹേൽ. കേട്ടതൊക്കെ സത്യം തന്നെയാണോ എന്ന് അവർ വീണ്ടും വീണ്ടും മനസ്സിനോട് ചോദിച്ചുകൊണ്ടിരുന്നു. അവർക്ക് പിന്നിൽ ഒക്കെയും കേട്ടുകൊണ്ട് വല്യപ്പച്ചൻ, ജെറി, ജേക്കബ്. ജാൻവി മുഖം കുനിച്ചു പിടിച്ചു. ഇവിടെ വന്നപ്പോൾ എനിക്കൊന്നിനും പറ്റിയില്ല. അവളുടെ മിഴികൾ നിറഞ്ഞൊഴുകി. മോളെ. ജോർജ് മുന്നിലേക്ക് വന്ന് അവളെ ചേർത്ത് പിടിച്ചു. വല്യപ്പച്ച. അവൾ പൊട്ടിക്കരഞ്ഞു. ജെറി കണ്ണുകൾ തുടച്ചു. റാഹേലേ, ഈ കൊച്ചു പറഞ്ഞതെല്ലാം സത്യ, പകൽ വെളിച്ചം പോലെ സത്യം. റാഹേൽ അവരെ തുറച്ചു നോക്കി. ഇവൾ വന്നതിൻ്റെ അന്ന് തന്നെ ഞാനത് മനസ്സിലാക്കി. അപ്പച്ചാ. വിശ്വാസം വരാതെ ജേക്കബ് വിളിച്ചു. അതേടാ, നീ ഇത് കേക്ക്. അയാൾ താൻ പിടിച്ച റെക്കോർഡ് ഓണാക്കി. ഇഷാൻ്റെയും ജാൻവിയുടെയും സംസാരം കേട്ടതും റാഹേൽ കണ്ണുകൾ അടച്ചു പിടിച്ചു. ഇവളെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ വേണ്ടി അവൻ ചെയ്തെന്താണെന്നറിയോ? ജോർജ് അവരെ നോക്കി. ഇല്ലെന്ന് ജേക്കബ് തലയനക്കി. എൻ്റെ തറവാട്ടിൽ ആരും ഇന്നേ വരെ ചെയ്തിട്ടില്ലാത്ത തന്തയില്ലായ്മ അറിയോ നിങ്ങൾക്ക്? അയാളുടെ മുഖം ചുവന്നു. പിന്നെ ഫോണിലെ വീഡിയോ ഓൺ ചെയ്ത് കാണിച്ചു കൊടുത്തു. ജേക്കബ് തരിച്ചിരുന്നു പോയി. റാഹേൽ പിടിച്ചു വാങ്ങി നോക്കി. അവരുടെ കണ്ണുകൾ ഒഴുകി. അപ്പച്ച, കണ്ടോ? നമ്മുടെ കുഞ്ഞ് പുണ്യാളനല്ല, സാത്താനാ, സാത്താൻ. ഇതൊക്കെ അറിഞ്ഞും ഞാൻ മിണ്ടാതെ നിന്നത് നിങ്ങളെ ഓർത്തു മാത്രാ. പക്ഷെ ഇനിയും ഞാൻ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഈ കൊച്ചിൻ്റെ കണ്ണീരെ ഈ തറവാടിൻ്റെ അസ്ഥിവാരം ഇളക്കും, മുടിഞ്ഞു പോകും. ഇച്ചായ,
എനിക്കവനെ ഒന്ന് കാണണം. നിന്റെ കാല് വയ്യല്ലോ റാഹേലേ, അവൻ മുകളിലല്ലേ. അവനെ താഴെ ഇറക്കണം. അഹങ്കാരത്തിൻ്റെ കൊടുമുടിയിൽ നിന്നും, തറവാടിൻ്റെ മഹിമയിൽ നിന്നും അവനെ താഴെ ഇറക്കണം. അവരുടെ കണ്ണുകൾ തീയായി മാറി. അത് ജേക്കബിലേക്കും പടർന്നു. ലേറ്റായത് വേറൊന്നും കൊണ്ടല്ല, കൊട്ടിക്കലാശം കാരണം വോയിസ് കൊടുക്കാൻ പറ്റിയില്ല. ഇതിപ്പോൾ പലപ്പോഴായി കൊടുത്തതാ. ഇപ്പെങ്കിലും അപ്ലോഡ് ആക്കിയതേ. അപ്പോൾ ഇനി ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ്, ഹൈപ്പ് ഒക്കെ പോരട്ടെ. ഇല്ലേ നാളെ ഞാൻ മുങ്ങുവേ.